പ്രമേഹം അഥവാ ഡയബറ്റിസ് ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ പ്രമേഹം കണ്ണിനെ വളരെ ആഴത്തിൽ ബാധിക്കുമെന്ന് എത്ര പേർക്കറിയാം? അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയെക്കുറിച്ചാണ്. 5 മുതൽ 10 കൊല്ലം വരെ തുടർച്ചയായി പ്രമേഹമുള്ള രോഗികളിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് നോക്കാം. കണ്ണിൻ്റെ റെറ്റിന എന്ന ലെയറിലെ രക്തക്കുഴലുകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയിലുണ്ടാകുന്ന വ്യതിയാനമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാവാനുള്ള മൂലകാരണം. എന്തൊക്കെയാണ് പ്രധാനമായും ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ? മൊത്തത്തിലുള്ള കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, കണ്ണിന് ചുറ്റുമുള്ള കാഴ്ച മങ്ങുക, രാത്രിയുള്ള കാഴ്ച മങ്ങുക, കണ്ണിന് മുമ്പിൽ കൂടി കറുത്ത പാടകളോ അല്ലെങ്കിൽ കറുത്ത വൃത്തത്തിൽ ഒഴുകി നടക്കുന്നത് പോലെ തോന്നും. പ്രധാനമായും ഡയബറ്റിക് റെറ്റിനോപ്പതി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞത് മൂർച്ഛിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? പ്രമേഹമുള്ള ഒരാൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി റെറ്റിന ചെക്കപ്പ് നടത്തേണ്ടതാണ്. അതിൻ്റെ കൂടെ പ്രമേഹം കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ, ചിട്ടയായ വ്യായാമമുറ, ചിട്ടയായ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്നിവയും പാലിക്കേണ്ടതാണ്. ആയുർവേദത്തിൽ പല ഔഷധ പ്രയോഗങ്ങളും ചെയ്യാവുന്നതാണ്. കണ്ണിന് ഹിതമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നേത്രധാര, ആശോത്തനം, തർപ്പണം, തക്രധാര, നസ്യം, ശിരോലേപം മുതലായ ചികിത്സകൾ പ്രയോഗിക്കാവുന്നതാണ്.